KPCC പ്രസിഡന്റ് കെ സുധാകരനും പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശനും നയിക്കുന്ന കോൺഗ്രസിന്റെ പ്രക്ഷോഭയാത്ര സമരാഗ്നിക്ക് ഇന്ന് തുടക്കം. AICC ജനറൽ സെക്രട്ടറി കെ.സി. വേണുഗോപാൽ കാസർഗോഡ് യാത്ര ഉദ്ഘാടനം ചെയ്യും. 29-ന് തിരുവനന്തപുരത്താണ് യാത്രയുടെ സമാപനം. വിവരങ്ങളുമായി ജോസഫ് അഗസ്റ്റിൻ കാസർഗോഡ് നിന്ന് ചേരുന്നു. ജോസഫ്, ആരൊക്കെയാണ് ഈ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുക്കുന്ന പ്രമുഖർ? ഇന്നത്തെ യാത്രയുടെ പരിപാടികൾ എന്തൊക്കെയാണ്? ലിബേഷ്, ഈ പ്രക്ഷോഭയാത്രയുമായി വളരെ വലിയ ക്രമീകരണങ്ങളാണ് ഇപ്പോൾ KPCCയുടെ നേതൃത്വത്തിൽ കാസർഗോഡ് നടത്തിയിട്ടുള്ളത്. 14 ജില്ലകളിലായി 32 കേന്ദ്രങ്ങളിൽ വിവിധ സമ്മേളനങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് വിളിച്ചു ചേർക്കപ്പെടും. തെരഞ്ഞെടുപ്പിന് പ്രവർത്തകരെ സജീവമാക്കുക എന്നുള്ള പ്രാഥമിക ലക്ഷ്യത്തോടെയാണ് ഈ ജാഥ സംഘടിപ്പിക്കുന്നത്. ജാഥയിൽ വലിയ നേതാക്കളുടെ നിരയുണ്ടാകുമെന്നാണ് ഇപ്പോൾ അവകാശപ്പെടുന്നത്. ഇത് ഈ ജാഥ ഉദ്ഘാടനം ചെയ്യുന്നത് AICC ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള കെ.സി. വേണുഗോപാലാണ്. അതുപോലെ തന്നെ കേരളത്തിന്റെ ചുമതലയുള്ള വിവിധ സംസ്ഥാന അഖിലേന്ത്യാ നേതാക്കൾ അടക്കം ചടങ്ങിൽ പങ്കെടുക്കുന്നുണ്ട്. KPCC അധ്യക്ഷനും പ്രതിപക്ഷ നേതാവും സംയുക്തമായാണ് ഈ ജാഥ സംഘടിപ്പിക്കുന്നത്. ഈ ജാഥയ്ക്ക് ഏറ്റവും വലിയ രാഷ്ട്രീയ മാനമുള്ളത് അടുത്ത ലോക്സഭാ തെരഞ്ഞെടുപ്പ് വരുന്നു. ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇന്ത്യ സഖ്യത്തിൽ വലിയ മെച്ചമുണ്ടാക്കുന്ന തരത്തിൽ കേരളത്തിലെ 19 സീറ്റുകളും നിലനിർത്തുക, നഷ്ടപ്പെട്ടു പോയ ഒരു സീറ്റ് തിരിച്ചുപിടിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഇതിനൊതുങ്ങുന്ന വിധം രാഷ്ട്രീയ സമവാക്യങ്ങൾ അടക്കം രൂപീകരിച്ചുകൊണ്ടുള്ള വലിയ രീതിയിലുള്ള, അതായത് കോൺഗ്രസിന്റെ തന്നെ ഭാവിയെ നിർണ്ണയിക്കുന്ന ഒരു വലിയ നീക്കമായിട്ടാണ് ഇത് വിലയിരുത്തപ്പെടുന്നത്. ഇപ്പോൾ തന്നെ കാസർഗോഡ് ജില്ലയിലെ പ്രധാനപ്പെട്ട വിഷയങ്ങളിലടക്കം നേതാക്കൾ നേരിട്ടെത്തി ജനങ്ങളോട് സംവദിക്കുന്ന ഒരു സാഹചര്യവും ഉണ്ടായി. ഇന്ന് എൻഡോസൾഫാൻ ദുരിത ബാധിതരെ അടക്കം വി.ഡി. സതീശൻ അടക്കമുള്ള നേതാക്കൾ കണ്ടു. അവരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാകുമെന്ന് ഉറപ്പു നൽകി. നമുക്കറിയാവുന്ന പോലെ മുഖ്യമന്ത്രി പിണറായി വിജയൻ 2016-ൽ മുഖ്യമന്ത്രി പദത്തിലേക്ക് പരിപാടി, അതായത് മത്സരിക്കുന്ന ഘട്ടത്തിൽ എൻഡോസൾഫാൻ ദുരിത ബാധിതരെ അടക്കം വിശ്വാസത്തിലെടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതിന്റെ ഒരു തനിയാവർത്തനം നമ്മൾക്ക് ഇവിടെ കാസർഗോഡ് ജില്ലയിൽ ഇപ്പോൾ, അതായത് ഈ തെരഞ്ഞെടുപ്പ് നടക്കുന്ന ഒരു സാഹചര്യത്തിൽ വി.ഡി. സതീശന്റെ ഭാഗത്തുനിന്നുണ്ടായത് വളരെ ശ്രദ്ധാപൂർവം നമ്മൾ വിലയിരുത്തുന്ന ഒരു കാര്യമാണ്. അതായത് കോൺഗ്രസിന്റെ, അതായത് രാജ്മോഹൻ ഉണ്ണിത്താനാണ് ഇവിടെ മത്സരിക്കുമെന്നാണ് അഭ്യൂഹം. ആ രാജ്മോഹൻ ഉണ്ണിത്താന് വേണ്ടിയിട്ടുള്ള എല്ലാ പ്രവർത്തനങ്ങളും ചടുലമാക്കിയിരിക്കുകയാണ് ഇപ്പോൾ കോൺഗ്രസ് നേതൃത്വം. ലിബീഷ്, ജനകീയ പ്രക്ഷോഭയാത്രയായ സമരാഗ്നിക്ക് കാസർഗോഡ് തുടക്കമാവുകയാണ്. AICC ജനറൽ സെക്രട്ടറി കെ.സി. വേണുഗോപാലാണ് ഈ യാത്രയുടെ ഉദ്ഘാടനം നിർവഹിക്കുന്നത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് കോൺഗ്രസിന്റെ സംഘടനാ സംവിധാനം ശക്തമാക്കുക എന്ന ലക്ഷ്യത്തോടെ KPCC പ്രസിഡന്റും പ്രതിപക്ഷ നേതാവും സംയുക്തമായാണ് ഈ യാത്ര നയിക്കുന്നത്. ജോസഫ്, ഈ യാത്രയുടെ ഒരു രാഷ്ട്രീയ പ്രാധാന്യം ജോസഫ് സൂചിപ്പിക്കുകയുണ്ടായി. തെരഞ്ഞെടുപ്പിന് പ്രഖ്യാപനത്തിന് ഇനി അധികം നാളില്ല എന്നാണ് വിലയിരുത്തൽ. കോൺഗ്രസിന്റെ സംഘടനാ സംവിധാനം ഉണർത്തുക, ഒപ്പം തന്നെ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്കെതിരെയുള്ള പ്രചരണം. ഈ യാത്രയിൽ ഉടനീളം KPCC മുന്നോട്ട് വയ്ക്കുന്ന മറ്റ് മുദ്രാവാക്യങ്ങൾ എന്തൊക്കെയാണ്? യാത്രയുടെ പരിപാടികൾ എങ്ങനെയൊക്കെയാണ് ക്രമീകരിച്ചിരിക്കുന്നത്? ലിബീഷ്, പ്രധാനമായും കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ വിലക്കയറ്റം, അതായത് വിലക്കയറ്റം എന്ന ഒരു പ്രധാനപ്പെട്ട സൂചനയിൽ ഊന്നിയാണ് ഇത്തവണ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നതെന്ന് വേണം നമുക്ക് കരുതാൻ. അതായത് കേന്ദ്ര സർക്കാരും സംസ്ഥാന സർക്കാരും സാധാരണക്കാരായ ജനങ്ങളെ ദ്രോഹിക്കുന്നു. ഈ ദ്രോഹം ജനങ്ങളിൽ എത്തിക്കുക എന്ന ക്യാമ്പയിനുമായിട്ടാണ് ഈ ജനകീയ പ്രക്ഷോഭ പരിപാടിയായിട്ടുള്ള സമരാഗ്നി സംഘടിപ്പിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ ലിബീഷ് സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ രാഷ്ട്രീയ സമവാക്യങ്ങൾ ഉണ്ടാക്കി മുന്നോട്ട് പോകുക എന്നുള്ളത്, അതായത് വിവിധ രാഷ്ട്രീയ പാർട്ടികളിൽ നിന്നും, പ്രത്യേകിച്ച് CPM-ൽ നിന്നും അസ്വസ്ഥരായ ഒരു കൂട്ടം ആളുകളുണ്ട്. അവർ ഈ മതനിരപേക്ഷ കാഴ്ചപ്പാടിനൊപ്പം നിൽക്കും. ഈ BJPയുടെയും CPM-ന്റെയും നാടകത്തെ അംഗീകരിക്കില്ല എന്നുള്ള സൂചനയാണ് ഇന്ന് കെ.സി. വേണുഗോപാൽ അടക്കം മാധ്യമങ്ങളെ കണ്ടപ്പോൾ പറഞ്ഞ ഒരു കാര്യം. ശരി ജോസഫ്, അങ്ങനെ വലിയ ലക്ഷ്യത്തോടെയുള്ള യാത്രയ്ക്ക് ഇന്ന് തുടക്കമാവുകയാണ്.